വിവാഹം കഴിഞ്ഞ കാലം മുതൽക്ക് നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും കേട്ട താരദമ്പതിമാരാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ദിവ്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ വീണ്ടും ചർച്ചാവിഷയമായി മാറുകയായിരുന്നു. പിന്നാലെ ആ വീഡിയോ വച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടന്റുകളും പുറത്തുവന്നതോടെ രൂക്ഷമായി പ്രതികരിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് ദിവ്യ ശ്രീധർ. 4-5 ദിവസമായി പനി ബാധിച്ച് വിശ്രമത്തിലിരിക്കെയാണ് പലരും തന്നെ വിളിച്ച് ഇങ്ങനെയൊരു കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞതെന്നും തുടർന്ന് താൻ നേരിട്ട് പ്രതികരണവുമായി രംഗത്തു വരികയാണെന്നും ദിവ്യ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നെറ്റിയിൽ 2 മുറിവ് തുന്നിക്കെട്ടിയ പാടുമായി ദിവ്യ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. പിന്നാലെ ആ വീഡിയോയിൽ ദിവ്യയുടെ നെറ്റിയിലുണ്ടായ പാട് ഭർത്താവായ ക്രിസ് വേണുഗോപാൽ അടിച്ചപ്പോൾ ഉണ്ടായതാണെന്ന തരത്തിൽ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ പുറത്തുവിട്ടു. പിന്നാലെ നിരവധി പേർ ആ വീഡിയോ കണ്ട് എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന തരത്തിൽ ദിവ്യയെ ഫോൺ വിളിച്ച് ചോദിക്കുകയായിരുന്നു. എന്നാൽ ഈ വീഡിയോ ആണ് പ്രശ്നമായത് എന്ന് മനസ്സിലാക്കിയതോടെ ദിവ്യ തന്നെ നേരിട്ട് പ്രതികരിച്ച് രംഗത്തു വരികയായിരുന്നു. താൻ പനി ബാധിച്ച് കിടക്കുകയായിരുന്നുവെന്നും ഉറക്കത്തിനിടെ വന്ന ഫോൺ കോളിന് പിന്നാലെയാണ് താൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നും ദിവ്യ പറഞ്ഞു. തുടർന്ന് ദിവ്യ രൂക്ഷമായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. റീലിൽ താൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതൊരു ചാനൽ എടുത്തിട്ട് വീഡിയോ ചെയ്തു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഈ ചാനലിന്റെ മുതലാളി ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചോ? അടിച്ചത് ചാനലിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ അല്ലേ? എൻ്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എൻ്റെ നെറ്റിയിലോ മുഖത്തോ ശരീരത്തോ അങ്ങനെ യാതൊരു പാടുകളുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ എന്നെ ഇതുവരെ തല്ലിയിട്ടോ ദ്രോഹിച്ചിട്ടോ ഇല്ല. നിങ്ങൾക്ക് ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും എന്തു ചെയ്യുന്നു? ദിവ്യ ശ്രീധറിന് എന്തു പറ്റി? അവരുടെ ജീവിതം തകർന്നോ? അവർ വേർപിരിഞ്ഞോ എന്നറിയാനുള്ള വലിയ ഉത്കണ്ഠയാണല്ലേ? നാണമില്ലേ? ഈ ചാനൽ പറയുന്നത് അത് ഒറിജിനലായി അടിച്ചപ്പോൾ ഉണ്ടായ മുറിവാണെന്നാണ്. ഒന്ന് വന്ന് നോക്ക് ഒറിജിനലാണോ എന്ന്. എൻ്റെ ധീര എന്ന് പറയുന്ന വെബ് സീരീസിൽ മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടന് ഒത്തിരി താങ്ക്സ്, ആ ഒറിജിനാലിറ്റി കൊണ്ടുവന്നതിന്. ഞാനൊരു വെബ് സീരീസ് ചെയ്തതിൻ്റെ ഒരു സീനിലെ പോർഷനാണത്. അതിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയ സംഭവം ഉണ്ടായിരുന്നു. അതിൽ ചെയ്ത ആദ്യ മേക്കപ്പ് ഇങ്ങനെയായിരുന്നു. പക്ഷേ സങ്കടമുള്ളതോ സന്തോഷമുള്ളതോ ആയ വീഡിയോകൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻസുകൾക്ക് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വേണ്ടാത്ത രീതിയിൽ ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കി വീഡിയോ ചെയ്യുന്നവരെ എന്തു ചെയ്യണം? നിങ്ങൾ കണ്ടോ ഞാനും ക്രിസും തമ്മിലുള്ള പ്രശ്നം? ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കുറച്ചു നാണം വേണ്ടേ? മാസവരുമാനത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ കുറച്ചു നാണം വേണ്ടേ എന്നിങ്ങനെ ശക്തമായ രീതിയിലാണ് ദിവ്യ പ്രതികരിച്ചിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.